നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വലിയ ആധിപത്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഷിൻഡെ ഇപ്പോൾ നീങ്ങുന്നത്. ഷിൻഡെക്കറിയാം സ്വന്തം മണ്ണൊലിച്ചു പോകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന്. സ്വന്തം പാർട്ടിയിലെ അണികൾ പോലും ഉദ്ധവിന് ജയ് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഉദ്ധവ് താക്കറയിലേക്ക് പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എന്ന രീതിയിലേക്ക് ഷിൻഡെ വിഭാഗത്തിലുള്ള അനുകൂലികളും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. BJP-യുമായി താൽക്കാലികമായി അടുത്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഷിൻഡെ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നും ഇത് മറാത്തികൾ ഒരിക്കലും പൊറുക്കുകയോ ക്ഷമിക്കുകയോ ഇല്ല എന്നുള്ള താക്കീത് തന്നെയാണ് അനുകൂലികൾ ഷിൻഡെയോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ബാൽസാഹിബ് താക്കറെ തുടങ്ങിവെച്ച പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ മകനായ ഉദ്ധവ് താക്കറെ തന്നെയായിരിക്കും. അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് മഹാവികാസ് അഘാഡി രൂപപ്പെട്ടതും മഹാവികാസ് അഘാഡി സഖ്യത്തിന് ഇത്രയേറെ പോപ്പുലാരിറ്റി നേടിയെടുക്കാൻ കഴിഞ്ഞതും. കോവിഡ് വ്യാപന ഘട്ടത്തിലൊക്കെ അദ്ദേഹം എടുത്ത യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല. അന്ന് ആ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്ന ഏക്നാഥ് ഷിൻഡെക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ് ഉള്ളത് എന്ന് അണികൾ കൃത്യമായി തന്നെ ഷിൻഡെയോട് ചോദിക്കുന്നു. ഏക്നാഥ് ഷിൻഡെ എടുത്തത് തെറ്റായ തീരുമാനം എന്ന് മാത്രമല്ല, ഫഡ്നാവിസിൻ്റെ മുമ്പിൽ സ്വന്തം ആത്മാഭിമാനം തന്നെ പണയപ്പെടുത്തിയവൻ എന്ന രീതിയിലേക്കാണ് മുദ്ര കുത്തുന്നത്. താൽക്കാലികമായ ചില നേട്ടങ്ങൾ നെയ്തെടുക്കാൻ വേണ്ടി ഉദ്ധവ് താക്കറെയെ വഞ്ചിച്ചവൻ എന്ന രീതിയിലായിരിക്കും നാളെ പിൻതലമുറക്കാർ ശിവസേനയിലുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നതെന്നും നിങ്ങൾ രാഷ്ട്രീയ വഞ്ചകൻ മാത്രമല്ല ബാൽസാഹിബ് താക്കറെയോട് കാണിച്ച കടുത്ത അനീതിയായിരിക്കുമെന്നും നിങ്ങളെ ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ശിവാജിയുടെ ആളുകൾ മാപ്പ് നൽകില്ല എന്നും അനുകൂലികൾ പറഞ്ഞതോടുകൂടി ഷിൻഡെക്ക് ആകെ ഇരിക്കപ്പുറതിയില്ല എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. BJP-യുമായിട്ടുള്ള ടൈഅപ്പിൽ ആകെ അസംതൃപ്തനാണ് ഏക്നാഥ് ഷിൻഡെ. മഹാരാഷ്ട്രയിൽ ശിവസേന വിഭാഗത്തിലുണ്ടായ പിളർപ്പ് തുടങ്ങിയ നാൾ മുതൽ തന്നെ ഷിൻഡെക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരുന്നെങ്കിലും ആദിത്യ താക്കറെ ഉൾപ്പെടെയുള്ളവരെ എതിർക്കാൻ ഷിൻഡെക്ക് ഒരിക്കലും കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഷിൻഡെയെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ചതും ഷിൻഡെ പിളർപ്പിലേക്ക് നയിക്കുന്ന ഘട്ടം വന്നപ്പോൾ പോലും ആദിത്യ താക്കറെ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന് തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതും ഷിൻഡെയെ വല്ലാതെ അസ്വസ്ഥനാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിൽ പരസ്പര വൈരുദ്ധ്യങ്ങളായി നിൽക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നുവെന്ന ഷിൻഡെ വിഭാഗം അനുകൂലികൾ തന്നെ ഷിൻഡെയോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ്. ലോക്സഭയിൽ അജിത് പവാറുമായിട്ടുള്ള അടിപിടി എന്ന് തന്നെ പറയേണ്ടി വരുന്ന, അതായത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും തർക്കം മൂർച്ഛിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുക? ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരോട് നിങ്ങൾ മറുപടി പറയുക. നിങ്ങളുടെ അണികളോട് നിങ്ങൾക്ക് എന്താണ് ഉത്തരം പറയാൻ കഴിയുക? അത് പറയൂ എന്നാണ് ഷിൻഡെയോട് അനുകൂലികൾ പറയുന്നത്. ഷിൻഡെ മൊത്തത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്.